ശരിയാണ്. രണ്ട് കുട്ടികളുണ്ട്. അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഓർക്കുമ്പോൾ നമുക്കും സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. അതായത് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും നാട്ടുകാരെ സംബന്ധിച്ചും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ കുട്ടികളുടെ കാര്യം മാത്രമാണ്. ഇതിപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ കൌൺസിലർ ചേരുകയാണ്. 3 ദിവസം മുമ്പ് ചാലക്കുടി ഫെഡറൽ ബാങ്ക് റോബറി ഉണ്ട്. എന്റെ പൊന്നോ, സംഭവം ഒരു വല്ലാത്ത കോമഡി തന്നെയായിരുന്നു. കള്ളന്റെ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമായിരുന്നു. എന്നെ ആരും പിടിക്കത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു. പോരാത്തിന് കള്ളന്റെ വീട്ടിൽ കുടുംബ സംഗമവും കൂടെ. അപ്പൊ ഫാമിലി ആയിട്ടൊക്കെ വന്ന സമയത്ത് അടുത്തൊരു ബാങ്കിൽ ഈ റോബറിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് കള്ളൻ ഓടി രക്ഷപ്പെട്ട് കാണുമെന്നുള്ള രീതിയിലാണ് പുള്ളി ഭയങ്കര കോൺഫിഡൻസോടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. 3 ദിവസം മുമ്പ് ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴാണ് റോബറിയും കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്തത്. 6 ജീവനക്കാരുണ്ടായിരുന്നു അവിടെ. ആ 6 പേരെയും ബന്ദിയാക്കിയിട്ടാണ് അദ്ദേഹം പൈസ അടിച്ചുകൊണ്ട് പോയത്. അവിടെ 45 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്തെടുത്ത് കണ്ണി കണ്ട 3 കെട്ട് സാധനമായിട്ട് പുള്ളി നൈസായിട്ട് അങ്ങ് സ്കിപ്പ് ആവുകയും ചെയ്തു. എന്തൊരു മണ്ടനാന്ന് ആലോചിക്കുക. അത്രയും കൂടെ കെട്ടവിടെ ഇരിക്കുമല്ലായിരുന്നു. അതും കൂടെ എടുത്തുകൊണ്ട് പോകാൻ വയ്യായിരുന്നു. ഒന്ന് ശ്രദ്ധിക്കേണ്ട എമ്പാനെ ഇതൊക്കെ. ഓക്കെ, അങ്ങനെ കേരള പോലീസുകാർ കുറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അണ്ണനെ അങ്ങ് തൂക്കിയിട്ടുണ്ട്. അപ്പൊ അത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്ത് നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോവാം. മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബമായിരുന്നു റിജോ ആന്റണിയുടേത്. ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുന്നു. റിജോയും 2 കുട്ടികളും അടങ്ങുന്ന സന്തുഷ്ടകരമായ ഭാര്യ വിദേശത്താണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേഴ്സിംഗ് ആണ് ആ ചേച്ചിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഗൾഫിൽ നിന്ന് പണമൊക്കെ ഉണ്ടാക്കി കൊട്ടാരം പോലെ ഒരു വീടുണ്ടാക്കി വെച്ച് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി എന്തുവാ കിൻഡിൽ കണക്കിന് പൈസ ഇങ്ങർക്ക് നാട്ടിൽ അയച്ചു കൊടുത്തോണ്ടിരിക്കും. ഇങ്ങർക്ക് ഈ പൈസയൊക്കെ എന്തുവാ അടിച്ച് പൊളിച്ച് ദൂർത്തടിച്ച് നടക്കുക. കള്ള് കുടി ഇതായിട്ടാണ് അണ്ണന്റെ പരിപാടിയും കാര്യങ്ങളും. കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി അതിനാണ് പൈസ അയച്ചു കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ അണ്ണൻ എന്ത് ചെയ്യും? ഈ കിട്ടുന്ന പൈസ എല്ലാം അത് ദൂർത്തടിയിലായിരുന്നു. അണ്ണന്റെ സ്ഥിരം പരിപാടി. ഭാര്യ നാട്ടിലോട്ട് അങ്ങോട്ട് വരായിരുന്നപ്പോഴാണ് അണ്ണൻ ഈ തോന്നിവാസം കാണിക്കാൻ പോയത്. വല്ല കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഭാര്യ എത്രമാത്രം പേടിക്കുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നല്ലൊരു നേഴ്സായിരുന്നു ആ ചേച്ചി. ഇനിയിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ അവർ നാട്ടിൽ വരും. ശരിക്കും നാറി ഒരു അടപ്പ് തെറിച്ചാണോ എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും 2 മക്കളും ഉണ്ട്. അവരുടെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. മുന്നോട്ട് പോകുന്ന ജീവിതം. ഇതിനിടയിൽ ഈ ഭാര്യ പലപ്പോഴായി വിദേശത്ത് നിന്ന് ജോലിയെടുത്ത് അയച്ചു കൊടുക്കുന്ന പണം അത് റിജോയുടെ കയ്യിലാണ് കൊടുക്കുന്നത്. റിജോയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കും. പക്ഷേ റിജോ ഈ പണം സൂക്ഷിച്ചു വെക്കുന്നതിന് പകരം അത് ദൂർത്തിനായി ചിലവഴിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ദൂർത്തടിച്ച് തീർത്തു എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അത് വലിയ 5 സ്റ്റാർ ബാറുകളിലെത്തി റിജോ പലപ്പോഴും മദ്യപിക്കും. അവിടുത്തെ വില കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കും. അതുമാത്രമല്ല റിജോയുടെ ചില സുഹൃത്തുക്കളുണ്ട് ഈ ചാലക്കുടി മേഖലയിലെല്ലാം തന്നെ. ആ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പലപ്പോഴും പാർട്ടികൾ നടത്തിയിരുന്നു. അങ്ങനെ ഭാര്യ അയച്ചു നൽകിയ പണമെല്ലാം തന്നെ ഈ റിജോ ചെലവഴിച്ചു തീർത്തു. അടുത്ത മാസം ഭാര്യ ഇത്രമാത്രം പേടിയാണെന്നാ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അപ്പൊ ചേച്ചി നാട്ടിലുള്ള സമയത്ത് എത്രമാത്രം കിൻഡിൽ കണക്കിന് ഇടിയായിരിക്കും ഇങ്ങൾക്ക് കൊടുത്തു കാണുമെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പരിപാടിയോ അല്ലെങ്കിൽ ഇയാൾക്ക് വല്ല വട്ടുവല്ലോ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ മുന്തിയ ഹോട്ടലിൽ ചെന്നിട്ട് തണ്ണിയടി എന്റെ പൊന്നോ ടിപ്പൊക്കെ കൊടുക്കുമായിരിക്കുമല്ലോ. ഇങ്ങനെയാണെങ്കിൽ അവിടുത്തെ ജീവനക്കാരുടെയൊക്കെ ഒരു ഭാഗ്യവേ. കണ്ടവന്റെ മുതലും കട്ടെടുത്തോണ്ട് പോയിട്ടാണല്ലോ ഈ തോന്നിവാസം കാണിക്കുന്നത് ആർക്കറിയാം. ഇപ്പൊ ഇയാളുടെ ഫസ്റ്റ് ടൈം ആണെന്ന് പറയുന്നു. അന്വേഷിച്ച് പോയാൽ നമുക്ക് അറിയാൻ കഴിയും എന്തൊക്കെ തോന്നിവാസം കാണിച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുമായിരിക്കും. ഓക്കെ, നമുക്കിനി ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം. ഭാര്യ വരുമെന്നറിഞ്ഞ വേളയിൽ റിജോയെ സംബന്ധിച്ച് അത് വലിയ ആശങ്കയ്ക്കിടയാക്കി എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എങ്ങനെയെങ്കിലും ഈ ഭാര്യ പലപ്പോഴായി അയച്ച പണം അത് ഈ അക്കൗണ്ടിൽ തിരികെ എത്തിക്കണം. അതിനുവേണ്ടിയാണ് റിജോ ഈ ഫെഡറൽ ബാങ്കിലെത്തി 15 ലക്ഷം രൂപ മോഷ്ടിച്ചതെന്നുള്ളതാണ് SK നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ അതിന് മോഷ്ടാവ് ഉപയോഗിച്ച മോഷണ രീതിയും ഞെട്ടിക്കുന്നതാണ്. അതായത് ഈ പ്രതി ഒരു ദിവസം നമ്മുടെ ഈ പോട്ടയിലെ ബാങ്കിന് എതിർവശത്തെ പള്ളിയിലെത്തുന്നു. ആ പള്ളിയിലെത്തുന്ന സമയത്താണ് ഈ ബാങ്കിൽ സെക്യൂരിറ്റി ഇല്ല എന്നുള്ള വിവരം പ്രതി മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ ബാങ്കിലെ സാഹചര്യമെല്ലാം പ്രതി മനസ്സിലാക്കുന്നു. പിന്നീട് ദിവസങ്ങൾ നീണ്ട പ്ലാനിംഗ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പോലീസ് സ്വാഭാവികമായും ഈ മോഷണം നടന്നാൽ ആദ്യം തപ്പുക CCTV ദൃശ്യമാണെന്ന് ഇയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങളിൽ പെടാതിരിക്കുന്നതിന് വേണ്ടി ബോധപൂർവം പ്രതി കാര്യങ്ങൾ ചെയ്തു. അതിന് ഇയാൾ ചെയ്തത് 2 ടീഷർട്ട് ധരിച്ചു. അതിന് മുകളിൽ ഒരു ജാക്കറ്റ്, ഹെൽമറ്റിനകത്ത് ഒരു കണ്ണടയും ഒരു കൂളിംഗ് ഗ്ലാസും വച്ചു. അങ്ങനെ പ്രതി ഈ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതെ കടന്നു കളയുകയും ചെയ്തു. പക്ഷേ ബുദ്ധിയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. പള്ളിയിൽ ചെല്ലുന്നു, പിന്നെ ബാങ്കിൽ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഇല്ലെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പോകുന്ന വഴിക്ക് ഓരോ ഡ്രസ്സുകൾ ഇങ്ങനെ മാറി ഇട്ടുകൊണ്ട് നിൽക്കുന്നു. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇങ്ങനെ ബ്രില്യൻസും കാര്യങ്ങളൊക്കെ. പക്ഷെ അങ്ങ് പണി പാലം വെള്ളത്തിൽ കിട്ടിപ്പോയി. അതുപോലെ തന്നെ വണ്ടിയുടെ മിറർ മാറ്റുന്നു. ഒരു സ്ഥലത്ത് മിറർ ഉണ്ട്, ഒരു സ്ഥലത്ത് മിററില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ CCTVയിലും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഉറപ്പാണ് പോലീസുകാർക്കാണെങ്കിൽ പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കും. പോരാത്തിന് ഇദ്ദേഹം ഫോൺ യൂസ് ചെയ്യത്തില്ല. ഇയാൾ ഫോൺ യൂസ് ചെയ്യത്തില്ല. അങ്ങനെ ആകുമ്പോൾ ട്രാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. പിന്നെ ഷൂ
അപ്പം ഈ 3-4 ക്യാമറ നോക്കിയ സമയത്തും ഒരു വണ്ടി പോകുന്നുണ്ട്. ആ വണ്ടിയിലെല്ലാം ഷൂ എല്ലാം സെയിം തന്നെ. അങ്ങനെയൊക്കെ കൂടാണ് ഇദ്ദേഹത്തെ കണ്ടുപിടിക്കാനൊക്കെ കൂടുതലും പോലീസിനെ ഹെൽപ്പായത്. ഇതേ ബുദ്ധി നിനക്കൊക്കെ ഈ പൈസ ചെലവാക്കുന്ന സമയത്ത് കാണിച്ചായിരുന്നെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യായിരുന്നു. മോദി നല്ലൊരു പേരുള്ള ഒരു മനുഷ്യനായിരുന്നു, അതുകൊണ്ട് കളയുകയും ചെയ്തു. ആൾക്കാരൊക്കെ പറഞ്ഞു ഇയാളോ ആർക്കും വിശ്വാസം വരുന്നില്ല. അതല്ലേ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും ഇങ്ങനെ ബുദ്ധിയുടെ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബുദ്ധിയും കാര്യങ്ങളൊക്കെ പൈസ ചെലവാക്കുന്നിടത്ത് കാണിച്ചായിരുന്നെങ്കിൽ ഇന്ന് ഇതിനേക്കാളും 10 ഇരട്ടി നിങ്ങളുടെ കുടുംബം നല്ല മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പറക്കെങ്കിലും ഈ ജാക്കറ്റ് ധരിച്ച ഈ സ്കൂട്ടറിൽ പോകുന്ന ഒരാളെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. ഒടുവിൽ പോലീസ് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ടവർ ലൊക്കേഷനുകളിലെ നമ്പറുകൾ ശേഖരിക്കുന്നു. ഒരു ടവറിൽ ഒരു സമയം എത്ര പേരുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലും നമുക്ക് പ്രവചിക്കാവുന്നതിനും അപ്പുറമാണ്. അത്തരത്തിലുള്ള ഒരു മാസ് നമ്പർ വിവിധ ടവറുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. ഈ CCTV ദൃശ്യങ്ങളെല്ലാം വച്ചുകൊണ്ട് ഈ പേരാമ്പ്ര ഭാഗത്തേക്ക് പോയ വാഹനങ്ങളും അവയുടെ ഫോൺ നമ്പറുകളും പോലീസ് ട്രേസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു ടീഷർട്ട് ധരിച്ചു പോകുന്ന ഒരു യുവാവിലേക്ക് ഒരു കേസ് കേട്ടില്ല. പോലീസുകാർ നല്ല രീതിയിൽ പണി കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു ന്യൂസ് കാണുമ്പോൾ. ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം ഞാൻ ഈ പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. കാരണം അതുപോലെ കുറെ കൊല്ലത്തൊരു വിഷയം ഉണ്ടായിരുന്നു, അതുപോലെ ട്രിവാൻഡ്രത്തൊരു വിഷയം ഉണ്ടായിരുന്നു, കൊച്ചിയിലൊരു വിഷയം ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ പോലീസുകാരുടെ കൂട്ടത്തിൽ സന്തോഷമുള്ളൊരു വാർത്ത ഈ ചാലക്കുടി. കാരണം അവർ ശരിക്കും നല്ല രീതിയിൽ എഫർട്ട് എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 3 തവണ ഇത് ക്രോസ് മാച്ച് ചെയ്യുമ്പോഴും ഇയാളിലേക്കാണ് പോകുന്നത്. പക്ഷേ അതൊരു ടീഷർട്ട് ധരിച്ച് സാധാരണ പോകുന്നത് പോലെയാണ് പോലീസിന് തോന്നിയത്. ഇതോടുകൂടി പോലീസ് ഈ പോട്ട കഴിഞ്ഞു വരുന്ന ദേശീയപാതയിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. അവിടെ വച്ച് ഇയാൾ ഈ ജാക്കറ്റ് മാറി ഈ ടീഷർട്ട് മാത്രം ഇട്ട് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ ഈ പേരാമ്പ്രയിലടക്കം പോലീസിന്റെ വ്യാപക തിരച്ചിലുകൾ ഉണ്ടായിരുന്നു. നമ്മളടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വിവരം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ പേരാമ്പ്രയിൽ തെരച്ചിൽ നടത്തുന്ന കാര്യം മറച്ചുവെച്ചു. പകരം നമ്മൾ ചെയ്തത് ആ സമയത്ത് ഈ പോലീസ് നമ്മളോട് അത് ആവശ്യപ്പെട്ടതാണ്. അത്തരത്തിലൊരു തിരച്ചിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രതി രക്ഷപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രതിയുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഈ പ്രതിയെ ഇപ്പോൾ ഡിവൈഎസ്പി ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതി എത്തിച്ചതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് ക്യാബിനിലേക്ക് പ്രതി എത്തിച്ചിരിക്കുന്നു, കയറ്റിയിരിക്കുന്നു. ഇനി പോലീസ് പറയുന്നത് അതെന്തായാലും കൊള്ളാം. ആ ഒരു സ്ഥലത്ത് അന്വേഷണം കാര്യങ്ങളും നടത്തുന്ന കാര്യങ്ങളും പുറത്തൊന്നും വിട്ടിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ഉറപ്പാണ് കള്ളന് നിസ്സാരമായിട്ട് എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഭാര്യ വരുമ്പം എന്റെ പൊന്നോ അത് ഓർക്കാൻ പോലും വയ്യത്തില്ല. ആ ചേച്ചി സ്ട്രിഞ്ചായിട്ട് വന്ന് കുത്തായിരുന്നാൽ മാത്രം മതി. എടുത്തിട്ട് ചാമ്പ് നനവാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ അയാൾ ഇത്രമാത്രം പേടിച്ചിട്ട് ഇതുപോലൊക്കെ കാണിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു പോകുന്നത്. നമ്മുടെ കഥാനായകന്റെ നാട്ടുകാരുടെ അഭിപ്രായങ്ങളൊന്നും കേട്ടിട്ട് വരാം. ശരിയാണ്, രണ്ട് കുട്ടികളുണ്ട്. അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഓർക്കുമ്പോൾ നമുക്കും സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. അതായത് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നാട്ടുകാരെ സംബന്ധിച്ചും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ കുട്ടികളുടെ കാര്യം മാത്രമാണ്. ഇതിപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ കൌൺസിലർ ചേരുകയാണ്. എന്താ ഇവരെ കുറിച്ച് നേരത്തെ ആളെക്കുറിച്ച് ഇങ്ങനെ വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളോ? ഇങ്ങനെ ഒന്നും പ്രത്യേകിച്ചൊന്നും കേട്ടല്ലേ. സാധാരണ ഇങ്ങനെ പോണ ഒരു വ്യക്തിയാണ് നമ്മളായിട്ട് നല്ല സംസാരിച്ചു വെക്കണത്. ഇങ്ങനെ ഒരു നമ്മൾ ചിന്തിക്കണില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്ന പോലും. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇവിടെ ആരൊക്കെ ഈ വീട്ടിലുള്ളത്? അവരുടെ ഭാര്യ നഴ്സാണ്, വിദേശത്താണ്. ഒരു മോനും ഒരു മോളാണ് ഉള്ളത്. ഇന്ന് വീട്ടിൽ കുടുംബസമ്മേളനം കൂടി ഉണ്ടായതാണ്. 2:30 ഞങ്ങൾ ഇവിടെ വന്ന് കുടുംബസമ്മേളനം കഴിഞ്ഞ് 4:30 ഇപ്പൊ പോന്നാണ്. ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അത് വിശ്വസിക്കാൻ സാധിക്കണില്ല ഇവിടെ ഉള്ളവർക്ക് മുഴുവൻ. അല്ലെങ്കിൽ നല്ലവനായിട്ടുള്ള ഉണ്ണികൾ കുറെ തെണ്ടികളുണ്ട് ഇതുപോലെ ഇറങ്ങി നടക്കുന്നത്. ചുമ്മാ നടക്കുന്നവന്റെ നെഞ്ചത്തോട്ട് എല്ലാം എടുത്ത് ഇടുകയും ചെയ്യും. എന്നിട്ട് ഇവന്മാര് പുണ്യളനായിട്ട് നടക്കുകയും ചെയ്യും. അനുഭവം കൊണ്ടോട്ട് പറഞ്ഞു വേണേ. അല്ലെങ്കിലും കുറെ ആൾക്കാരുണ്ട് ഇതുപോലെ മാന്യം ചെമ്മഞ്ഞ് നടക്കുന്നവരെ വിശ്വസിക്കത്തുള്ളൂ. നമ്മൾ എടാ പോടാ എന്ന് പറഞ്ഞു അവൻ കൊള്ളരാത്തവൻ, അവൻ വൃത്തിയായിട്ടവൻ, അവൻ വായി തോന്നവൻ എന്തും വിളിച്ച് പറയുകയും ചെയ്യും. ഇവരെ പോലുള്ളവന്മാർ എന്തെങ്കിലും ഒരു തോന്നിയാസം കാണിച്ചിട്ടുണ്ട് അവനാ എന്ന് പറഞ്ഞാൽ നമ്മുടെ തല ഇരിക്കുകയും ചെയ്യും. എന്തായാലും നാട്ടിലെ ആൾക്കാർ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടല്ലോ. ഇതെല്ലാം പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അവനവന്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് ജീവിച്ചാൽ അത്രയും നല്ലത്. എനിക്ക് അത്രയും നിങ്ങളോടും കൂടെ പറയാനുള്ളൂ. കാരണം ഇതുപോലുള്ള കുറെ നാറുകൾ ഇറങ്ങി വെച്ചിട്ടുണ്ട്. ഇവന്മാർക്കൊക്കെ സമൂഹത്തിൽ നല്ലവനായ ഉണ്ണികളാണ്. നമ്മളെപ്പോലുള്ളവർ എന്തെങ്കിലും വാവിട്ട് പറഞ്ഞാലും അത് കുഴപ്പമാവും. ഈ ഒരു വേളയിൽ ഞാൻ അതൊന്നും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പറയുമ്പോൾ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താൻ ചില ആൾക്കാരൊക്കെ വിചാരിക്കും നീ ഇച്ചിരി ഓവർ ആവാതെടാ മോനെ എന്നുള്ള രീതി. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അവന്റെ വീട് കണ്ടില്ലേ, ആ പരിസരമൊക്കെ കണ്ടില്ലേ, അവന്റെ വീടും വസ്തുവും എല്ലാം വെച്ച് നോക്കുമ്പോൾ അവൻ എന്തിന്റെ കുറവാണ് ഉള്ളത്. എല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു മനുഷ്യനാണ്. കള്ളു കുടിച്ചും ഉള്ള പൈസ തോന്നി പോലെ കളയും ചെയ്യും. 2 മക്കളുണ്ടെന്നുള്ളൊരു ചിന്തയെങ്കിലും വേണം. നാളെയെന്നും പറഞ്ഞ ഒരു ജീവിതം വേണം. ഇതൊന്നും ചിന്തിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. മദ്യപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇവിടെ വന്ന് താമസിച്ചിട്ട് ഒരു 2 കൊല്ലമായിട്ടുള്ളൂ. വന്ന് താമസിച്ച് ഇവിടെ വീട് വാങ്ങിച്ച് താമസിച്ചതാണത്. അതിനുശേഷമാണോ ഭാര്യ വിദേശത്തേക്ക് പോയത്? ഇല്ല, അവിടെ വിദേശത്തായിരുന്നു. ഇവിടെ വന്ന് താമസിച്ചു. അവര് വീട് താമസമൊക്കെ കഴിഞ്ഞപ്പോ ഭാര്യ വിദേശത്തേക്ക് പോയി. പിന്നെ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. പിന്നെ ഇപ്പൊ എപ്പോ നോക്കിയാലും ആളിവിടെ പുറത്ത് ഇവിടെ കാണാം.
2 മക്കളുണ്ട്. ഒരു മോൻ CMIയിലാണ് പഠിക്കണത്. പിന്നെ ഒരു പെൺകുട്ടിയാണ്, ചെറിയൊരു പെൺകുട്ടി. 2 പെൺകുട്ടികളാണ് ഉള്ളത്. പിന്നെ ഇപ്പൊ അങ്ങാണ്ട് അമ്മയുണ്ടെന്ന് തോന്നണേ. ഇന്ന് അവിടെ ഉണ്ടായിരുന്നു അമ്മയാണെന്ന് തോന്നണേ. ഇന്നിവിടെ ഒരു കുടുംബയോഗം നടന്നപ്പോഴും നമുക്ക് ഒരു സംശയം തോന്നിയിരുന്നില്ല. തോന്നിയിരുന്നില്ല, ഒരു സംശയം തോന്നിയിരുന്നില്ല. ഇങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കണില്ലല്ലോ, ഇങ്ങനെ ഒരു വ്യക്തിയാണെന്നുള്ള പ്രതീക്ഷിക്കണില്ലല്ലോ. എല്ലാവരായിട്ടും കമ്പനിയായിട്ട് വർത്താനമൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. നാട്ടുകാരെ സംബന്ധിച്ചൊരു ഞെട്ടലായിപ്പോയി. ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണത്. ഇതും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവുന്നത് ആദ്യമായിട്ടുള്ള ഒരു സംഭവം. 2 പെൺകുട്ടിയുടെ അച്ഛന് ആ കുട്ടിയുടെ കാര്യങ്ങൾ ആലോചിക്കുന്നത്, കുഞ്ഞു മക്കളാണെന്ന് തോന്നുന്നു. ഓർക്കുമ്പോൾ തന്നെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരിക ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ നാട്ടുകാർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് തന്നെ ഞെട്ടിലായിപ്പോയി. പിന്നെ അതുപോലെ തന്നെ ഒരു ഫാമിലി മെമ്പേഴ്സിനോട് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ കള്ളം പോയി രക്ഷപ്പെട്ട് കാണും. കാരണം കുടുംബ സംഗമത്തിലാണെങ്കിൽ പോലും ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം തൊട്ടടുത്തൊരു ബാങ്കിൽ നിന്ന് മോഷണം കാര്യങ്ങളൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പറയുമല്ലോ, അവർ ആരെങ്കിലും ചിന്തിച്ച് കാണുമോ കള്ളനാണ് ഈ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അന്നേരത്തെ എടുത്തുചാട്ടത്തിന് ഓരോ വിവരക്കാട് കാണിക്കുന്നത്. എനിക്ക് എല്ലാവരോടും പറയേണ്ട ഒരു കാര്യങ്ങളുള്ളൂ, നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇല്ല, ഈ പൈസ വരും പോവുകയൊക്കെ ചെയ്യും. മനസ്സ് വെച്ച് അധ്വാനിച്ചാൽ തീരാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ പറയുന്ന അദ്ദേഹത്തിന് സ്വന്തം ഭാര്യയോട് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു തെറ്റുണ്ടായി പോയി എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ലായിരുന്നു. ആ പ്രശ്നം ആ വീട്ടിൽ തന്നെ അങ്ങ് നിന്ന് പോയാൽ. ഇതിപ്പോൾ ലോകം മൊത്തം അറിഞ്ഞ് അത് വേറെ രീതിയിലായിപ്പോയി. ഏറെ രീതിയിലാവാനുള്ള കാരണം എന്താണ്? ഈ പറയാതിരുന്നു കൊണ്ട് ഇദ്ദേഹം മോഷണത്തിന് പോയി, അവിടുന്ന് ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്തായാലും നമ്മുടെ ചാനലിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്കും കൂടെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.